നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേദിയായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രാ സമാപന സമ്മേളനം. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാത്തതിന് കാരണം LDF സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിദ്വേഷം പറയുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് എന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു. എന്നാൽ പരിപാടി രാഷ്ട്രീയ സമ്മേളനമല്ല എന്നായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി. മാറാട് ഉൾപ്പെടെ കേരളത്തിൽ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ നിലപാടെടുത്തതിനാലാണ് കഴിഞ്ഞ 10 വർഷമായി ഒരു വർഗീയ സംഘർഷം പോലും കേരളത്തിൽ ഉണ്ടാകാത്തത്. ന്യൂനപക്ഷം കേരളത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. കേരളം ഒരു ശാന്തി തീരം. അധികാര കേന്ദ്രങ്ങളിൽ തങ്ങളുണ്ടെങ്കിലേ ചിലർക്ക് കാര്യങ്ങൾ ലഭിക്കൂ എന്ന് ചിലർ പറയുന്നുണ്ടെന്നും പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി. ഇവിടെ ചിലരുടെ വികാരം ഉണർത്താൻ ഉയർത്തുന്ന ചില വാദഗതികളുണ്ട്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യം അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അധികാര കേന്ദ്രത്തിൽ ചിലരുണ്ടായാൽ മാത്രമേ ചില വിഭാഗങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടൂ എന്ന് പറയുന്നുണ്ട്. മതേതരത്വം പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ്. എന്നാൽ വിദ്വേഷം പറയുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. കാറിൽ കയറ്റിയാൽ പ്രശ്നമില്ലെന്നും ഇരട്ടത്താപ്പ് പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല. പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. എന്നാൽ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പൂർണ്ണമായി തള്ളി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തി. ഞാൻ പറയുന്നത് ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ജനുവരി 1 കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് തിരുവനന്തപുരത്ത് സമാപിച്ചത്. 24 തിരുവനന്തപുരം. LDF തുടരാനുള്ള ജോസ് കെ മാണിയുടെ നിലപാടിന് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ. UDF ചവിട്ടി പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് പിണറായി വിജയനും CPIM-ഉമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമായി. UDF പ്രതീക്ഷിച്ചതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒന്നും ഉണ്ടായില്ല. തുറന്നിട്ട വാതിലിലൂടെ UDF പ്രവേശനത്തിനില്ലെന്ന് കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. പിന്നാലെ UDF ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് പിണറായി വിജയനും CPM-ഉമാണെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF-ൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാടിൽ തന്നെയാണ്, ഉറച്ചാണ്. സഭാ നേതൃത്വത്തിനും ജോസ് കെ മാണി മറുപടി നൽകി. ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെക്കാൾ മികച്ച രീതിയിൽ ഇടപെട്ടു. എന്നാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതാണ് തദ്ദേശത്തിൽ തിരിച്ചടിയായത്. പലയിടത്തും വോട്ടുകൾ നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമെന്നും തീരുമാനം. പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ അത് ആ തരത്തിൽ ജനങ്ങൾ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തരത്തിലുള്ള ഒരു എന്താണ് ആത്മപരിശോധന നടത്തി ഒരു ചർച്ചയിലേക്കും ചെന്ന് എത്തിയിട്ടുണ്ട്. നേതാക്കൾക്കിടയിലും ഭിന്നിപ്പില്ലെന്ന് മന്ത്രിയും MLA-മാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. വിജയവും പരാജയവുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എക്സിസ്റ്റൻസ്. ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ നിലപാടുമാണെന്ന് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണി പറഞ്ഞ വാക്കുകളെ അടിവരയിട്ടുകൊണ്ട് നിർത്തുന്നു. പാർട്ടി ചെയർമാന്റെ വാക്കുകളാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവും വരുത്താൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. 15 സീറ്റെങ്കിലും ഇത്തവണ വേണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം. കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന UDF-ന്റെ നീക്കങ്ങൾക്കാണ് ജോസ് കെ മാണിയുടെ അടിയുറച്ച നിലപാടോടെ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ഇനി അറിയേണ്ടത് തുറന്നിട്ട വാതിലുകൾ UDF അടയ്ക്കുമോ എന്ന് മാത്രമാണ്.
കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ശബരിമലയിലെ പഴയ കുടിമരത്തിലെ വാജിവാഹന കൈമാറ്റത്തിൽ UDF ഭരണസമിതിക്കും തന്ത്രി കണ്ഠരര് രാജീവർക്കും കുരുക്ക്. ദേവസ്വം സ്വത്ത് തന്ത്രിക്ക് കൈമാറിയത് ചട്ടം ലംഘിച്ചാണെന്ന രേഖകൾ പുറത്തുവന്നു. ആചാരവിധിപ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിലിന്റെ പ്രതികരണം. പുതിയത് സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ ദേവസ്വം സ്വത്തായി ക്ഷേത്രത്തിൽ സൂക്ഷിക്കണമെന്ന ഉത്തരവാണ് ലംഘിച്ചത്. 2012 ബോർഡ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവ് മറികടന്നാണ് വാജിവാഹനം 2017 തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിലുള്ള UDF ഭരണസമിതിയായിരുന്നു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത്. പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്ന ബോർഡ് തീരുമാനമാണ് ലംഘിക്കപ്പെട്ടതെന്ന് വ്യക്തമായി. എന്നാൽ താന്ത്രിക വിധിപ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതെന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ വാദം. ആചാരവിധി പ്രകാരം തന്ത്ര സമുച്ചയത്തിൽ പതിരിക്കുന്നത് ലോഹമാണെങ്കിൽ ആചാര്യനും മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും കല്ലാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണമെന്നുമുള്ള തന്ത്ര സമുച്ചയത്തിന്റെ ആചാരപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കസ്റ്റം, ആ കസ്റ്റത്തിന്റെ ഭാഗമായി അത് തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയെന്ന് കോൺഗ്രസ് പ്രതികരണം. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. വാജിവാഹനം അവരെല്ലാവരുടെയും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത്, നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായി നടന്ന മോഷണമൊന്നുമല്ല. ഇനി അജയ് തറയിൽ UDFന്റെ ഭാഗത്താണെങ്കിൽ അന്നത്തെ LDFന്റെ അംഗം പറയട്ടെ എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വാജിവാഹനത്തിന്റെ അവകാശി തന്ത്രിയല്ലെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ. തന്ത്രി ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന തരത്തിലും ആ ക്ഷേത്രത്തിൻ്റെ മൂലമന്ത്രങ്ങൾക്കനുസരിച്ചും പൂജാവിധികൾ നിശ്ചയിക്കാനും ശാന്തിക്കാർക്ക് പരിശീലനം കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനും അധികാരപ്പെട്ടിരിക്കുന്ന ഒരാളാണ് തന്ത്രി. അതിന് തന്ത്രിക്ക് പ്രതിഫലമുണ്ട്, ദക്ഷിണ എന്നാണ് അതിനെ പറയുക. എന്നാൽ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് യോഗക്ഷേമ സഭയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് VSSC മുദ്രവെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ വിജിലൻസ് സന്നിധാനത്ത് 4 ഇടങ്ങളിൽ ഇന്ന് പരിശോധന നടത്തി. അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാറിനെ കോടതി ഇന്ന് SIT കസ്റ്റഡിയിൽ വിട്ടു. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ പ്രോസിക്യൂഷന് നിർണായക നീക്കം. അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കി. രഹസ്യമൊഴി ഓൺലൈനായി രേഖപ്പെടുത്താൻ അതിജീവിത തിരുവല്ല കോടതിയിൽ അപേക്ഷയും നൽകി. നാളെ ജാമ്യ ഹർജിയിൽ വിധി പറയും. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ അറസ്റ്റ് ചെയ്തു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലെ അടച്ചിട്ട മുറിയിലായിരുന്നു ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. ജാമ്യത്തെ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുന്നുണ്ടെന്ന് വാദിച്ചു. എല്ലാം നടന്നത് പരസ്പര സമ്മതത്തോടെ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം വാദിച്ചു. ഇതിനിടെയാണ് പ്രോസിക്യൂഷന്റെ നിർണായക ഇടപെടൽ. പ്രത്യേക അന്വേഷണ സംഘം അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കി. IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് സഹിതമാണ് വീഡിയോ അടങ്ങുന്ന CD ഹാജരാക്കിയത്. ഓൺലൈനായി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അതിജീവിത കോടതിയിൽ അപേക്ഷയും നൽകി. വിദേശത്തായതിനാൽ ഓൺലൈനായി രഹസ്യമൊഴി എടുക്കണമെന്നാണ് അപേക്ഷ. വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിശ്വസ്തനും സുഹൃത്തുമായ ഫെനി നൈനാനെതിരെ അതിജീവിത ഇന്ന് രംഗത്തെത്തി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പം എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിരവധി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സത്യാവസ്ഥ അറിയാനാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ നേരിൽ കാണാൻ ഫെനിയോട് സമയം ചോദിച്ചത്. രാഹുലിനെ തനിച്ചു കാണാനും ശാരീരിക ബന്ധത്തിനുമായിരുന്നില്ല ഇതെന്നും അതിജീവിത വ്യക്തമാക്കുന്നു. സൈബർ അധിക്ഷേപ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തുകൊണ്ട് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഫെനി നൈനാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അതിജീവിതയുടെ പരാതിയിലെടുത്ത കേസിലാണ് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നവമാധ്യമങ്ങളോട് അധിക്ഷേപിക്കുന്നുവെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ പീഡനക്കേസിൽ അഡ്വക്കേറ്റ് BG രവീന്ദ്രനാഥ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാകും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ ഇറങ്ങും. ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ്, ഒരു ഘട്ടത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. ഹൈക്കോടതിയിലടക്കം ഇത്തരത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഒരു കീഴ്വഴക്കമില്ല എന്നുള്ളതായിരുന്നു നിയമമന്ത്രി അടക്കം ന്യായീകരിച്ചത്. ഒടുവിൽ അതിജീവിത മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യം പറയേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറങ്ങാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിനെ തുടർന്നാണ് അഡ്വക്കേറ്റ് ബി ജി ഹരീന്ദ്രനെ ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. മുൻ ജില്ലാ ജഡ്ജി കൂടിയാണ് അഡ്വക്കേറ്റ് ബി ജി ഹരീന്ദ്രൻ. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ഒടുവിൽ ഒരു അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, തിരുവനന്തപുരത്ത് നിന്ന്. മലപ്പുറം കരുവാരക്കുണ്ടിൽ നാടിനെ നടുക്കി അതിക്രൂര കൊലപാതകം. കാണാതായ 14-കാരിയുടെ കൊലപാതകത്തിൽ 16-കാരൻ കസ്റ്റഡിയിലായി. ബലാത്സംഗത്തിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെയാണ് കരുവാരക്കുണ്ട് സ്വദേശിയായ പെൺകുട്ടിയെ കാണാതായത്. അനിയത്തിയുമൊത്ത് സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടി സ്കൂളിൽ എത്തിയില്ല. വൈകിട്ട് വീട്ടിലേക്കും കാണാതായതോടെ അമ്മ അധ്യാപകരോട് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി സ്കൂളിലും എത്തിയില്ലെന്ന വിവരമറിഞ്ഞത്. 6:30യോടെ അമ്മയുടെ ഫോണിലേക്ക് അപരിചിതമായ നമ്പറിൽ നിന്ന് വിളിച്ച് താൻ വീടിനടുത്തുണ്ടെന്നും ഉടൻ എത്തുമെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. പിന്നീട് ആ നമ്പർ സ്വിച്ച് ഓഫ് ആയതിനാൽ കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിനിടയിൽ പെൺകുട്ടിയുടെ സുഹൃത്തായ +1 വിദ്യാർത്ഥിയും സ്കൂളിൽ എത്തിയില്ലെന്ന് മനസ്സിലായി. പെൺകുട്ടി വിളിച്ച നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപം മൊബൈൽ സിഗ്നൽ. 6 മണിക്ക് ഒരു കോൾ വന്നതാണ് ഞാൻ ഇവിടെ എത്താനായിട്ട് വേറെ ആളെ നമ്പറാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ നമ്പർ പിന്നെ ഇതുവരെ സ്വിച്ച് ഓഫ് ആണ്, ഇതുവരെ തുറന്നിട്ടില്ല. പിന്നെ ആ ഒരു സംശയം, പിന്നെ ഈ പയ്യനായിട്ടുള്ള റിലേഷനും കൊണ്ടും അങ്ങനെയാണ് അന്വേഷണം ക്ലിയർ ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറന്മാർ അവന് വീട്ടിൽ വന്ന് സ്റ്റേഷൻ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് സമ്മതിച്ചത്. 16-കാരനെതിരെ പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും ചുരുളഴിച്ചത്. തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു ബലാത്സംഗവും കൊലപാതകവും. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്. കൈകൾ പിറകിലേക്ക് കെട്ടിയ നിലയിലായിരുന്നു. പീഡന വിവരം വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞതാണ് കൊലപാതക കാരണമെന്ന് 16-കാരൻ മൊഴി നൽകിയതായും വിവരമുണ്ട്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 മലപ്പുറം. മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് മിന്നും ജയം. 2.5 പതിറ്റാണ്ടായി ശിവസേനയുടെയും താക്കറെ കുടുംബത്തിന്റെയും നിയന്ത്രണത്തിലുള്ള മുംബൈ കോർപ്പറേഷൻ ഭരണം BJP വൻ ഭൂരിപക്ഷത്തോടെ പിടിച്ചെടുത്തു. പുണയിൽ പവാർ കുടുംബത്തിന്റെ ആധിപത്യവും വമ്പൻ വിജയത്തോടെ BJP അവസാനിപ്പിച്ചു. എക്സിറ്റ് പോളുകൾ ഏതാണ്ട് എക്സാക്ട് പോളുകളായി. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തെ സമ്പന്നമായ കോർപ്പറേഷൻ ഭരണം ഇനി BJPക്ക്. 100-നടുത്ത് സീറ്റുകൾ പിടിച്ചാണ് കോർപ്പറേഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. ഒപ്പം നിന്ന ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് കിട്ടിയതെല്ലാം ബോണസാണ്. മറുവശത്ത് പാർട്ടിയുടെ കോട്ടയെന്ന് കരുതുന്ന മുംബൈയുടെ ഭരണം മാധോശ്രീക്ക് കൈമോശം വന്നത് ഉദ്ധവ് താക്കറെയ്ക്ക് കനത്ത തിരിച്ചടിയായി. രാജ് താക്കറെയ്ക്കൊപ്പം ചേർന്ന് നടത്തിയ പരീക്ഷണവും പ്രതീക്ഷിച്ച ഫലമുണ്ടാക്കിയില്ല. പൂനെയിൽ NCPയുടെ ശക്തി കേന്ദ്രത്തിൽ അധികാരം നിലനിർത്താൻ ഒന്നിച്ച അജിത് പവാറും ശരത് പവാറും BJPക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. പൂനെയിലും പിംപ്രി ചിഞ്ചുവാഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലും കൂറ്റൻ ലീഡോടെയാണ് BJP അധികാരം പിടിച്ചത്. മറ്റു കോർപ്പറേഷനുകളിലും BJPയുടെ തേരോട്ടമാണ്. വിരലിലെ മഷി മായുന്നതുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ദിനത്തെക്കുറിച്ചുള്ള വാർത്ത പങ്കുവച്ചാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ചത്. 2.5 പതിറ്റാണ്ട് നീണ്ട ശിവസേന ഭരണം അവസാനിപ്പിച്ച് മുംബൈയുടെ ഭരണം BJP പിടിച്ചെടുക്കുമ്പോൾ ആ വിജയം അത്രമേൽ ആധികാരികമാണ്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വാർത്താമഴയിലേക്ക് തിരികെ. 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 25-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. തോപ്പിൽ ഭാസി പുരസ്കാരം 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പുരസ്കാരം സമർപ്പിച്ചത്. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. 33,333 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. തിരുവനന്തപുരം നന്ദാവനം N കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാര വിതരണം. 33,333 രൂപയും കാരയ്ക്കാമണ്ഡപം വിജയകുമാർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന തോപ്പിൽ ഭാസി അവാർഡ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് സമ്മാനിച്ചു. ശ്രീകണ്ഠൻ നായർ തങ്ങളെ വിമർശിക്കുന്ന അടുത്ത ബന്ധുവെന്ന് ബിനോയ് വിശ്വം.
ശ്രീകണ്ഠൻ നായർക്ക് എന്തോ ഒരു മാസ്മരികമായ ആകർഷണീയതയുണ്ട്. കേരളകൗമുദി മുതൽ 24 വരെ പല പല രൂപത്തിലും ഭാവത്തിലും അദ്ദേഹത്തെ നമ്മൾ കണ്ടു. അവിടെയെല്ലാം ഒരു ടച്ചുണ്ട്. ആ ടച്ചിന് ഒരു SKN എന്നാണല്ലേ, SKN ടച്ച് എന്നാണ് അതിനെ വിളിക്കുന്നത്. പഠനകാലം മുതൽ തന്നെ പുതുപ്പള്ളി രാഘവൻ വഴി തോപ്പിൽ ഭാസിയെ അടുത്തറിഞ്ഞിട്ടുണ്ടെന്ന് ആർ ശ്രീകണ്ഠൻ നായർ. തോപ്പിൽ ഭാസിയുടെ പേരിലുള്ള പുരസ്കാരം കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാക്കി മാറ്റുന്നുവെന്നും മറുപടി. നാടകം പോലൊരു സാഹിത്യ ശാഖയ്ക്ക്, അതിൻ്റെ പിറവിക്ക് അനുഭവങ്ങൾ വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഈ കാലത്തുണ്ട്. എന്നാൽ അനുഭവത്തിൻ്റെ തീപ്പൊള്ളലുള്ള ആളുകൾക്ക് എത്രയും ശക്തമായി എഴുതാൻ കഴിയുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ആളാണ് ശ്രീ തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസി ചേട്ടൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം എന്നെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവനാക്കും. മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ കാപട്യമില്ലാത്ത മാധ്യമപ്രവർത്തകനാണ് ആർ ശ്രീകണ്ഠൻ നായരെന്ന് തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ. നേരിൻ്റെ വഴി അദ്ദേഹം സഞ്ചരിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട്. ആ സഞ്ചാരമാണ് അദ്ദേഹത്തെ ഈ നിലയിൽ വളർത്തിയത്. ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ തോപ്പിൽ ഭാസി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ഭാരവാഹികൾക്കൊപ്പം തോപ്പിൽ ഭാസിയുടെ മകൾ മാലയും പേരക്കുട്ടികളും മറ്റു കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളും KPSC നാടകഗാനങ്ങളും ഉൾപ്പെടുത്തിയ ഗാനാഞ്ജലിയും അദ്ദേഹം രചിച്ച ഷെൽട്ടർ എന്ന നാടകവും അരങ്ങേറി. 24 തിരുവനന്തപുരം. വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.